യാത്ര കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എന്തും ഗുണം ഉണ്ടാവുന്ന വെച്ചാല് നല്ലൊരു ബസ് കിട്ടി കേരളത്തിന്. വേറെ പറയാണെങ്കിൽ ഒരു സ്കൂളിന്റെ മതില് പോയി കിട്ടി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്താ പറയാ കുറച്ച് ബ്ലോക്ക് കിട്ടി. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. ഭയങ്കര കഷ്ടപ്പാടേനെ ചേച്ചി. പിന്നെ വേറെ പറയാണെങ്കിൽ മദ്യസംഭവം ഉണ്ടായി. കൊറേ നല്ല ഫുഡ് കഴിക്കാൻ പറ്റി കുറെ ആൾക്കാർക്ക്. ഇതെങ്ങനെ തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട്. പിണറായി വിജയൻ വാർത്തയൊക്കെ കാണുന്ന ആളോട് പിണറായി വിജയനാണോ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരിക്കലല്ല. എന്തുകൊണ്ടാണ്? കാരണം ഉമ്മൻചാണ്ടി ഉണ്ട്. ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് നല്ലൊരാളായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ വെച്ച് നോക്കുമ്പോ അതിനിവിടെ പ്രസക്തിയില്ല സാർ. അതിന് പ്രസക്തി ഉണ്ട് സാർ. ഉമ്മൻചാണ്ടി എന്താ കേരളത്തിന് വേണ്ടി കുറെ ചെയ്തു. ഇതാണ് ശരി. എന്താ ഒരു സിമ്പിളാണ്. പിണറായി വിജയൻ അടക്കിയിരിക്കുന്ന കടക്ക് പുറത്ത് ഇതുകൊണ്ട് എന്നെ കൊല്ല് ചെയ്യണേ ബാ എന്നാ പറയാനല്ലേ ബാ കേരി. അങ്ങനെയാണ്. എന്റെ കർത്താവേ, എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിന്നെ കേരളത്തില് സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് ആരാ തോന്നുന്നത്? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ സർക്കാരില്ല ആരാ ഉള്ളത്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സെറ്റാ. മറ്റേ ടേബിളിനോട് കയറി സെറ്റാണ്. കിടിലാണ് പയറാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. 5 വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ? കേരളത്തിന് എല്ലാവർക്കും വെറുത്തു തുടങ്ങി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഊതാതെ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. നിന്റെയൊക്കെ തൊണ്ട പൊട്ടൊന്നല്ലാതെ ഈ മുതുപ്പാച്ചൻ രാജിവെക്കല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നവകേരള യാത്ര കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല, ഗുണം ഉണ്ടാവില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ദോഷവും ഉണ്ടാവില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? അല്ല, ദോഷമുള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? 5:33.